നിങ്ങൾ എപ്പോഴെങ്കിലും പുലർച്ചെ 2-നും 4-നും ഇടയിൽ ഉണരാറുണ്ടോ? എങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഉറക്കക്കുറവ്, ശരിയായ ഉറക്കമില്ലാത്ത അവസ്ഥ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് 35% ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ആഴ്ചയിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ഞാൻ എന്തിനാണ് ഈ സമയത്ത് ഉണർന്നത് എന്ന് നമ്മളിൽ പലർക്കും തോന്നാറുണ്ടാവും. ചില ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ കിട്ടും. പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഉറങ്ങുന്ന ആളുടെ കൂർക്കം വലി കേട്ടോ ഉണരുന്നത് സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങളും മറ്റും കൊണ്ട് ശരിയായ ഉറക്കം കിട്ടാതെ ഇരിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങളുടെ മുറിയിൽ ചൂട് കൂടുതലുള്ളതും വേണ്ടത്ര സൗകര്യമില്ലാത്തതും ഒക്കെ കൊണ്ടും നിങ്ങൾക്ക് ഉറക്കം നഷ്ടമാവും. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും ശബ്ദം കേട്ട് ഉറക്കം പോകുന്നത് ഒഴിവാക്കാൻ ഇയർ പ്ലഗ്സ് ഉപയോഗിക്കാം. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പുലർച്ചെ 2-നും 4-നും ഇടയിൽ ഉണരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണാൻ കഴിയുക എന്ന് നോക്കാം. അങ്ങനെ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ദിവസവും നല്ല ഉറക്കം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതിനു മുമ്പ് ആരോഗ്യപരമായ ഒരു സ്ലീപ്പ് സൈക്കിൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം. ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായ ടേംസ് ആണ് ഡീപ് സ്ലീപ്പ്, റെം സൈക്കിൾസ്, സിർക്കേഡിയൻ റിതം എന്നിവ. ദിവസവും 8 മണിക്കൂർ ഉറങ്ങണം, അല്ലെങ്കിൽ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങി ഉണരണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. കൃത്യമായി ഒരേപോലെ ഉറങ്ങുന്ന ആളുകൾക്ക് ഈ ടിപ്സ് മതിയാവും. പക്ഷേ ഇറഗുലറായി ഉറങ്ങുന്ന ആളുകൾക്ക് കുറെ കൂടി മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഉറക്കം ശരിയാക്കാൻ പറ്റൂ. അതിനായി ആദ്യം തന്നെ നിങ്ങൾക്ക് ശരിയായ ഉറക്കം കിട്ടാത്തതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഇന്റേണൽ ക്ലോക്കാണ് സിർക്കേഡിയൻ റിതം. മിക്കവരും കരുതുന്നത് സിർക്കേഡിയൻ റിതം ഒരു അലാം ക്ലോക്ക് പോലെയാണ് നമ്മളെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്നത് എന്നാണ്. അത് പകുതി ശരിയാണ്. പക്ഷേ നിങ്ങളുടെ സിർക്കേഡിയൻ റിതത്തിന്റെ ബയോളജിക്കൽ റോൾ കുറച്ചുകൂടി സങ്കീർണമാണ്. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ സിർക്കേഡിയൻ റിതം എപ്പോഴാണ് അലേർട്ടായി ഇരിക്കേണ്ടത്, എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്ന് ഉറങ്ങാനും ഉണരാനും സഹായിക്കുന്ന ഹോർമോൺ റിലീസ് ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്നു. ഈ ഹോർമോണുകൾ കാരണമാണ് നമുക്ക് കാലത്ത് ഉണർവ് തോന്നുന്നതും വൈകുന്നേരമാവുമ്പോൾ ക്ഷീണം തോന്നുന്നതും. പക്ഷേ ഇങ്ങനെ എപ്പോഴാണ് നമ്മൾ ഉണർത്തേണ്ടത്, എപ്പോഴാണ് നമ്മളെ ശാന്തരാക്കേണ്ടത് എന്ന് നമ്മുടെ സിർക്കേഡിയൻ റിതത്തിന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മുടെ സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിൾ ചില പ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിൽ ചിലത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും, പക്ഷേ ചിലത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഉദാഹരണമായി, നിങ്ങളുടെ സിർക്കേഡിയൻ റിതം നാച്ചുറലി ഭൂമിയിലുള്ള ഡേ ആൻഡ് നൈറ്റ് സൈക്കിളായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉണരണമെന്നും അത് അസ്തമിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാനായി തയ്യാറെടുക്കാം എന്നും നിങ്ങളുടെ ശരീരത്തിനറിയാം. ഒരു ദിവസത്തിന്റെ സമയം നിങ്ങളുടെ സിർക്കേഡിയൻ റിതം നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ മറ്റു ചില ഘടകങ്ങളുമുണ്ട്. നിങ്ങളുടെ ജെനറ്റിക്സ്, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ദിനചര്യ എന്നീ കാര്യങ്ങളും പ്രധാനമാണ്. നിങ്ങളുടെ ജീൻസ് ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഉള്ള കാര്യമല്ലെങ്കിലും നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിൻ്റെ ടൈമിങ്ങും കൃത്യതയും ഒക്കെ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങളുടെ നൈറ്റ് ടൈം സാധ്യത കൂടുതലാണ്. നിങ്ങൾ സാധാരണയായി ഉറങ്ങുന്നത് രാത്രി 10-നും 11-നും ഇടയിലാണ് എന്ന് കരുതുക. ഈ സമയത്ത് സിർക്കേഡിയൻ റിതം നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന മെലാറ്റോണിൻ പോലെയുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. സമയം പോകുന്തോറും നിങ്ങളുടെ ശരീരത്തിന് വിശ്രമിക്കണം എന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ആ സമയം ഉണർന്നിരിക്കാനാവും ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രാത്രി മുഴുവൻ ഒരു TV ഷോ കണ്ടിരിക്കുകയോ ഫോൺ നോക്കി സമയം കളയുകയോ ചെയ്താൽ 1 മണിയായാലും നിങ്ങൾക്ക് ഉറക്കം വരില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ നാച്ചുറൽ റിതം ഇഗ്നോർ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണുകൾ പറയുന്നത് കേൾക്കാതെ ഇരിക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഉറങ്ങാനുള്ള സമയമാണോ അതോ ഉണർന്നിരിക്കാനുള്ള സമയമാണോ എന്ന് കൺഫ്യൂഷനാവും. ഇത്തരത്തിൽ ശരിയല്ലാത്ത സ്ലീപ്പ് സൈക്കിൾ ഉള്ളവർക്ക് ഉറക്കം വരാനും ഡീപ്പ് സ്ലീപ്പ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ പുലർച്ചെ 2-നും 4-നും ഇടയിൽ ഉണരുന്നത് എന്ന് അറിയാൻ സ്ലീപ്പ് സൈക്കിൾസിൻ്റെ സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കണം. 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ഒരു ശരാശരി വ്യക്തി 90 മിനിറ്റ് ദൈർഘ്യമുള്ള 4-6 കംപ്ലീറ്റ് സ്ലീപ്പ് സൈക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഒരു സ്ലീപ്പ് സൈക്കിളിൽ 4 സ്റ്റേജസ് ഉണ്ടാവും. അത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ദൈർഘ്യത്തെയും ആഴത്തെയും സ്വാധീനിക്കുന്നു. ആദ്യത്തെ സ്റ്റേജ് വളരെ ലൈറ്റ് സ്ലീപ്പാണ്. ഈ സമയത്ത് നിങ്ങളുടെ ശരീരം ഉറങ്ങാനായി തയ്യാറെടുക്കുന്നതേയുള്ളൂ. സെക്കൻഡ് സ്റ്റേജും ലൈറ്റ് സ്ലീപ്പ് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ മസിൽസ് റിലാക്സ് ആവും, സെൻസസ് ഷട്ട് ഡൗൺ ആവും, തലച്ചോറ് ആഴത്തിലുള്ള ഉറക്കത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നു. ഈ സ്റ്റേജാണ് ഡീപ്പ് ഓർ സ്ലോ വേവ് സ്ലീപ്പ്. ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവുന്ന സമയത്താണ് ബ്രെയിൻ വേവ്സിൻ്റെ ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് സാവധാനത്തിലാവുന്നു. ഈ സമയത്ത് ഒരാളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈയൊരു ഡീപ്പ് സ്ലീപ്പിനിടയിൽ ഉണർന്നാൽ നിങ്ങൾക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നാം. ശരിക്കുള്ള ഉണർവ് കിട്ടാൻ കുറച്ച് മിനിറ്റ് കൂടി വേണ്ടിവരും.
സ്ലീപ്പ് സൈക്കിളിൻ്റെ ഫൈനൽ സ്റ്റേജ് റെം സ്ലീപ്പാണ്. ഇത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് 90 മിനിറ്റ് ആവുമ്പോഴാണ് നടക്കുന്നത്. റെം എന്നത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഈ സമയത്ത് ഹൈ ബ്രെയിൻ ആക്ടിവിറ്റി ഉണ്ടാവുന്നതുകൊണ്ട് കണ്ണുകൾ വേഗത്തിൽ ചലിക്കുന്നതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ ഉണരുന്നതിന് തൊട്ടു മുമ്പുള്ള ലൈറ്റ് സ്ലീപ്പ് സ്റ്റേജ് ആണെങ്കിലും ഈ സമയത്താണ് നമ്മൾ മിക്കവാറും സ്വപ്നം കാണുന്നത്. പിന്നെ ഈ റെം സ്ലീപ്പിൻ്റെ ദൈർഘ്യം രാത്രി നീങ്ങുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ആദ്യം ഇത് 10 മിനിറ്റാണ്, പക്ഷേ അവസാനത്തെ റെം സ്ലീപ്പ് സൈക്കിൾ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. ഇനി നിങ്ങളുടെ ഉറക്കം പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. രാത്രി 11-ന് ഉറങ്ങാൻ കിടക്കുന്ന നിങ്ങൾ 11 തൊട്ട് 2:30 വരെ നല്ലപോലെ ഉറങ്ങുന്നു. പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് തുറക്കുന്നു. നിങ്ങളൊരു പക്ഷെ അറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ ശരീരം സ്ലീപ്പ് സൈക്കിൾസിന് ഇടയിൽ ഉണരുന്നുണ്ട്. ആദ്യത്തെയും രണ്ടാമത്തെയും ഡീപ്പ് സ്ലീപ്പ് സൈക്കിൾ കഴിഞ്ഞ് നിങ്ങളുടെ ശരീരം റെം അല്ലെങ്കിൽ ലൈറ്റ് സ്ലീപ്പ് പോലെയുള്ള ഏതെങ്കിലും ഒരു വേക്ക്ഫുൾ സ്ലീപ്പ് സ്റ്റേജിലായിരിക്കും. ഈ സമയത്ത് ഉറക്കം തടസ്സപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. രാത്രി ഉണരുന്ന അവസ്ഥ മിക്കപ്പോഴും നിങ്ങളുടെ 3ാമത്തെയും 4ാമത്തെയും സ്ലീപ്പ് സൈക്കിൾസിന് ഇടയിലാണ് ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞുണ്ടാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറ് ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ശബ്ദമോ വെളിച്ചമോ അൺകംഫോർട്ടബിളായ താപനിലയോ കൊണ്ട് നിങ്ങളുടെ ഉറക്കം പോവാം. രാത്രി സമയത്ത് ഉറക്കം നഷ്ടമാവുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് സ്ട്രെസ്സാണ്. സ്ട്രെസ് കൊണ്ട് നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നു. ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്നു. അതുപോലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. കോർട്ടിസോൾ നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണെങ്കിലും അത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നിയന്ത്രിക്കുന്നതിലും ഒരു പങ്ക് വഹിക്കുന്നു. മെലാറ്റോണിൻ കൊണ്ട് നമുക്ക് ഉറക്കം വരുന്നത് പോലെ കോർട്ടിസോൾ കൊണ്ടാണ് നമ്മുടെ തലച്ചോറും ശരീരവും ഉണരുന്നത്. കാലത്ത് തന്നെ ശരീരത്തിൽ കോർട്ടിസോൾ ലെവൽ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഉണരാൻ പറയുന്നത്. പക്ഷേ ഇത് രാത്രി ഉറക്കത്തിനിടയിലാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോകും. സ്ട്രെസ് കൂടുതലാവുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ ലെവൽ കൂടുന്നതുകൊണ്ട് നിങ്ങളുടെ രാത്രിയിലെ ഉറക്കം നഷ്ടമായേക്കാം. നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള സ്ട്രെസ് നിയന്ത്രിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഉണർന്നിരിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് നമുക്ക് തീരുമാനിക്കാം. രാത്രി ഉറങ്ങും മുമ്പ് കമ്പ്യൂട്ടറും ഫോണുമൊക്കെ നോക്കുന്നത് കൊണ്ട് മെലാറ്റോണിൻ പ്രൊഡക്ഷൻ ഡിലേ ആവുന്നതുകൊണ്ട് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ ശരിയാവാതിരിക്കാം. പകൽ സമയത്ത് കിടന്നുറങ്ങുന്ന ശീലവും നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ്. ഉച്ച സമയത്തും മറ്റും 1.5 മണിക്കൂർ നേരമോ അതിൽ കൂടുതൽ ഉറങ്ങുന്ന ആളുകൾക്ക് രാത്രി ഉറക്കം വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പകൽ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് കൺഫ്യൂസ് ആവുന്നു. അങ്ങനെ സ്ലീപ്പ് സൈക്കിൾ കൃത്യമായി നടക്കുന്നില്ല. പകൽ സമയം ഇതിനു പകരം യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ മെച്ചപ്പെടും. രാത്രി ഉണരാനുള്ള സാധ്യത കുറയും. നിങ്ങൾക്ക് രാത്രി 2-നും 4-നും ഇടയിൽ ഉറക്കം നഷ്ടമാവുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ ശരിയായി ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതശൈലിയിലും മറ്റും ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ മോട്ടീവ് വീഡിയോ ഇന്ന് പോകുന്നു. സ്റ്റേ ട്യൂൺഡ്.